ഒരൊറ്റ നിലയിൽ വിടർത്തിക്കാട്ടാവുന്ന ഒന്നല്ല ബാസുരേന്ദ്രബാബുവിൻ്റെ കലാസാഹിത്യ ജീവിതം. പലയിടങ്ങളിലേക്കും പലതരം ദർശന രൂപങ്ങളിലേക്കും ഇണങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നു അത്. ചങ്ങമ്പുഴയിൽ തൊടുമ്പോൾ തന്നെ പബ്ലോ നിരൂതയിലേക്ക് അത് പറന്നുപോകും. തകഴി ശിവശങ്കരപ്പിള്ളയിൽ ചവിട്ടി നിന്നിടത്ത് നിന്ന് പാഞ്ഞു പോവുക സരമാഗുവിലേക്കും പാമുക്കിലേക്കും കസാൻസാക്കിസിലേക്കും സാക്ഷാത് ഡസ്റ്റോവ്സ്കിയിലേക്കുമൊക്കെ ആവും. അൽത്യൂസറിൻ്റെയും ഗ്രാംഷിയുടെയും താത്വിക സങ്കല്പനങ്ങളിൽ അഭിരമിക്കുന്ന പകൽ നേരങ്ങളിൽ തന്നെ MD രാമനാഥനെയും ഭീംസൻ ജോഷിയെയും കലാമണ്ഡലം ശങ്കരനമ്പ്രാന്തിരിയെയും ഒപ്പം കൂട്ടുന്ന വലിയ ഒരു വൈവിധ്യമായിരുന്നു ബാസുരേന്ദ്രബാബു. ലോക സിനിമകൾ കാണാനെത്തുന്ന ഫിലിം ഫെസ്റ്റിവൽ നിറസാന്നിധ്യം, അതായത് സംസ്കാരത്തിൻ്റെ പലതരം സൗന്ദര്യങ്ങളുടെ സമന്വയപ്രഭ. കുട്ടിക്കാലത്ത് തന്നെ ചങ്ങമ്പുഴ കവിതകളെപ്പറ്റി നല്ല ധാരണ കൈവരും വിധം അയലത്തുണ്ടായിരുന്ന പാച്ചുപിള്ള സാർ പറഞ്ഞു കൊടുത്തതിനെ പറ്റി അദ്ദേഹം എന്നോട് പലതവണ സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് ആലപ്പുഴ SDV സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കലേലി രാഘവൻപിള്ള സാർ ഇപ്പോഴും ഉണ്ട്. കലേലി രാഘവൻപിള്ള സാർ എന്ന അധ്യാപകൻ പകർന്നേകിയ ചരിത്ര വിജ്ഞാനം SD കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ബാലികാ സാർ പകർന്ന ഇംഗ്ലീഷ് പദസമൃദ്ധി. അദ്ദേഹം ബാസുരേന്ദ്രബാബുവിനോട് പറഞ്ഞത് ബാലികാ സാർ ഓടുമായിരുന്നു, ഓടിയാണ് കോളേജിലേക്ക് വരുന്നത്, ഞങ്ങൾ കുറെ കുട്ടികൾ കൂടെ ഓടുമായിരുന്നു, സാറ് ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇംഗ്ലീഷിൽ അത്രയ്ക്ക് വലിയ അക്കാഡമിക് ആയിട്ടുള്ള വലിയ സാധ്യതകളൊന്നും ബാസുരേന്ദ്രബാബുവിന് കിട്ടിയിട്ടില്ല. പ്രീ ഡിഗ്രി വരെയൊക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ ഈ പദസമൃദ്ധി എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഇത്തരം സ്വാധീനങ്ങൾ. എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരനാണ് ബാസുരേന്ദ്രബാബു. എനിക്ക് ഒരു മൂത്ത അമ്മാവനുണ്ടായിരുന്നു, ഗോപിനാഥൻ നായർ. അദ്ദേഹം കൗമുദി ബാലകൃഷ്ണന്റെ വലിയ ആരാധകനായിരുന്നു. അന്നത്തെ കൗമുദി ബാലകൃഷ്ണൻ എഴുതുന്ന എഡിറ്റോറിയലുകളെല്ലാം ബാസുരേന്ദ്രബാബുവിന് വളരെ ചെറുപ്പകാലത്തെ കാണുവാൻ അവസരം കിട്ടി. ശരിക്കും ഈ ബാസുരേന്ദ്രബാബുവിന് പിന്നീടുണ്ടായ, നേരത്തെ ഡോക്ടർ ജയശ്രീ പറഞ്ഞ ആ വിശകലന ബുദ്ധി, അപഗ്രഥന ബുദ്ധി, അതാണ് ഏറ്റവും പ്രധാനമായും ബാസുരേന്ദ്രബാബുവിൽ തെളിഞ്ഞു കാണുന്ന ഒരു കാര്യം. ആ അപഗ്രഥന ബുദ്ധിയുടെയും യുക്തിയധിഷ്ഠിതമായ ലാംഗ്വേജിന്റെയും ആധാരമായി നിന്നതിൽ പല ഘടകങ്ങളിൽ പ്രമുഖം K. ബാലകൃഷ്ണനാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ചെറുപ്പമൊക്കെ കഴിഞ്ഞ് എൻ്റെ കൗമാരകാലത്ത് ഗവേഷണം ചെയ്യുന്ന കാലത്ത് ഞാൻ K. ബാലകൃഷ്ണനെ വായിച്ചപ്പോൾ എനിക്ക് ഇത് മനസ്സിലായി. അന്ന് ഞാനും ബാസുരേന്ദ്രവും ഒരുമിച്ച് പട്ടത്തെ PF ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. അപ്പം ഞാനത് പോയി ചോദിക്കുകയും ചെയ്തു. എനിക്ക് അത് കൃത്യമായി ബോധ്യപ്പെട്ടു. K. ബാലകൃഷ്ണന്റെ ഭാഷ, K. ബാലകൃഷ്ണന്റെ ഈ അനലിറ്റിക്കൽ മെത്തേഡ്, ഇതൊക്കെ ബാസുരേന്ദ്രബാബുവിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്തരമൊരു സ്വാധീനം എന്നിൽ ഉണ്ടാവാൻ ഇടയുണ്ട്. ഞാൻ വളരെ കൗമാരകാലത്ത് ബാലകൃഷ്ണന്റെ വലിയ ആരാധകനായിരുന്നു എന്ന്. ഈ കൗമാരകാലത്ത് ഈ ചെറുപ്പത്തിലെ ഈ സ്വാധീനങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ കൗമാരകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാസുരേന്ദ്രബാബു അദ്ദേഹത്തിന്റെ കലാരംഗത്തേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ അന്ന് പ്രസിദ്ധനായിരുന്ന ആശ്രമം ചെല്ലപ്പൻ എന്ന നാടകകൃത്തിന്റെ നാടകങ്ങൾക്ക് പാട്ടെഴുതിക്കൊണ്ടായിരുന്നു. ബാസുരേന്ദ്രബാബുവിന്റെ കലാപ്രവേശം അങ്ങനെയാണ്. ചങ്ങമ്പുഴ കവിതകളോട് ചെറുപ്പത്തിലെ തന്നെ ഗാഠമായ ആഭിമുഖ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ സ്വാധീനത്തിൽപ്പെട്ട ഗാനങ്ങളായിരുന്നു. ഒരു വരി ഞാൻ ഓർക്കുന്നു ഇപ്പോഴും, ഇന്ദീവരമിഴി നിനക്കറിയാമോ എൻ്റെ മാനസ തീരം. കൗമാരക്കാരനായ ബാസുരേന്ദ്രബാബുവിന്റെ രചനയാണ്. മറ്റൊരു രചന ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള
തത്തമ്പള്ളി പള്ളിയിൽ വൈകുന്നേരം ഈ പാട്ടിടുമായിരുന്നു, ഒരു ക്രിസ്തീയ ഭക്തിഗാനം. സ്നേഹസ്വരൂപ ആട്ടിടയ പാത കാണിക്കും നാഥ. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കൗമാരകാലത്തിന്റെ തുടക്കത്തിലെ പ്രവർത്തനം. പിന്നീട് നേരത്തെ രവിചേട്ടൻ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ തിരനാടകത്തിനുമൊക്കെ മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ഉവൈസ് റഹ്മാനിന്റെയൊക്കെ ആഭിമുഖ്യത്തിൽ നെടുമുടി വേണുവും ഭാസുരേന്ദ്ര ബാബുവും കൂടി ചേർന്ന് ഒരു വിചാരണ എന്നൊരു നാടകം രചിച്ചതായി കേട്ടിട്ടുണ്ട്. ഞാൻ ആ നാടകമൊന്നും കണ്ടിട്ടില്ല, ഞാൻ വളരെ കുട്ടിയാണ് ആ സമയത്ത്. ഈ സന്ദർഭത്തിൽ രവിചേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, അന്ന് ഈ നാടകത്തിന്റെ ചർച്ചാവേളയിൽ ഭാസുരേന്ദ്ര ബാബുവിന്റെ ഡയലോഗ് രചനയിൽ ഉണ്ടായിരുന്ന വിവരണാത്മകതയെ പറ്റി അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന രവിചേട്ടൻ അടക്കമുള്ളവര് വിമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വല്ലാത്ത വിവരണാത്മക സ്വഭാവം ഡയലോഗിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ശരിക്കും ഈ കുഞ്ചൻ നമ്പ്യാരുടെയും ചങ്ങമ്പുഴയുടെയും ഒക്കെ കവിതകളിലുള്ള വാക്കുകളുടെ ഒരു പ്രവാഹഗതിയാണ് അതിനകത്തുള്ളത്. അതിലൊരു ധ്യാനം, പദധ്യാനം പലപ്പോഴും കുറവാണ്. അപ്പൊ ഈ പദധ്യാനം പരിമിതമായി പോയിരുന്നു എന്ന വിമർശനമാണ് ഇവർ പറഞ്ഞിരുന്നത്. അപ്പൊ അത് ശരിയുമാണ് ഒരർത്ഥത്തില്. വാക്കുകളുടെ പ്രവാഹത്തിലായിരുന്നു ഭാസുരേന്ദ്ര ബാബുവിന്റെ വിശ്വാസവും പ്രയോഗവും. അതാണ് അദ്ദേഹത്തെ നേരത്തെ ഡോക്ടർ ജയശ്രീയൊക്കെ പറഞ്ഞ പോലെ നല്ല പ്രഭാഷകനാക്കി തീർത്തത് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടിട്ടുള്ളവർക്കറിയാം, സംഭവങ്ങളെ ഇത്ര നാടകീയമായി ആവിഷ്കരിക്കാനും സൗന്ദര്യാത്മകമായ ഒരു ഭാഷ പ്രയോഗിക്കാനുമുള്ള കഴിവ്. ഇത് പ്രസംഗത്തിൽ മാത്രമായിരുന്നില്ല, സാധാരണ സംസാരിക്കുന്ന നിമിഷങ്ങളിൽ പോലും ഈ ഒരു ഭാഷാചാരുത പ്രകടമായിരുന്നു. സംസാരിക്കുമ്പം ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഭംഗി, അതിനെക്കുറിച്ച് ഇവിടെ ആരോ നേരത്തെ സൂചിപ്പിച്ചു. ഒപ്പം നർമ്മബോധം, അതിനുമൊക്കെ അപ്പുറം പല ചരിത്ര സന്ദർഭങ്ങളിലുണ്ടായ കാര്യങ്ങളെയും സവിശേഷമായി സമന്വയിപ്പിക്കാനുള്ള കഴിവ്, സാധ്യമായ കഴിവ്. ഈ സാംസ്കാരിക വേദി കാലത്തുണ്ടായ ഏറ്റവും സർഗാത്മകമായ സംഭാവനകളിൽ ഒന്ന് ഭാസുരേന്ദ്ര ബാബുവിൻ്റെതായിട്ട് എടുത്തു കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് എന്ന് പലരും വിലയിരുത്തി കണ്ടിട്ടുണ്ട്. ഒപ്പം അന്ന് അദ്ദേഹം തീപ്പാട്ടുകൾ എന്ന് ഒരു സാംസ്കാരിക വേദി കാലത്തെ ഒരു പുസ്തകത്തിലെ ഒരു വിപ്ലവഗാന സമാഹാരത്തില് അദ്ദേഹം സച്ചിദാനന്ദനും ഒക്കെ ഒപ്പം ഒരു പാട്ട് എഴുതിയത് ഞാൻ ഓർമ്മിക്കുന്നു. ആ പാട്ട് കണ്ടത് ഞാൻ ഓർമ്മിക്കുന്നു. അത് ആ വരി ഇങ്ങനെയാണ്: രണധീരർക്ക് അഭിവാദ്യമേകുന്നു ഞങ്ങൾ സമരാങ്കണത്തിൽ ഇന്നിടിവാൾ മുഴക്കി. അങ്ങനെ പാട്ടുകൾ എഴുതുമായിരുന്നു. ഭാസുരേന്ദ്ര ബാബു ഒരുവിധം നന്നായി പാടുമായിരുന്നു. ശബലവ്യാമോഹങ്ങൾ ആനയിക്കും ചതിയിൽപ്പെടാൻ ഞാൻ ഒരുക്കമില്ല എന്ന രമണനിലെ പാട്ട്. ഒപ്പം തന്നെ ജി കുമാരപിള്ള സാർ എഴുതിയ വളരെ പ്രസിദ്ധമായ ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗ ഗംഗയായി പകരുന്ന മണിവീണ മൂകമായി. ഈ പാട്ടുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഭാസുരേന്ദ്ര ബാബു പാടിയാണ്. വളരെ ഭംഗിയായി കവിത ചൊല്ലുമായിരുന്നു. അപ്പം നെരുതയുടെ കഴിയുമീരാവനിക്ക് ഏറ്റവും വേദനാഭരിതമായ വരികൾ എഴുതുവാൻ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ മുറിയിൽ ഈതറിൻ മണം നിറയുന്നു, വൈലോപ്പിള്ളിയുടെ കണ്ണീർ പാടം, സച്ചിദാനന്ദന്റെ സത്യവാങ്മൂലം, ജി ശങ്കരക്കുറുപ്പിന്റെ ഗീതാഞ്ജലി, ഇതൊക്കെ വളരെ ഭംഗിയായി ആലപിക്കുമായിരുന്നു അദ്ദേഹം. ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ മറ്റൊരു മേഖല തെരുവ് നാടക രചനയായിരുന്നു. തെരുവ് നാടക രചനകൾ സമാഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും കലാപരമായി മികവുള്ള നിരവധി നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സഫ്ദർ ഹാഷ്മി കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം എഴുതിയ നാടകം നിരവധി തെരുവുകളിൽ അരങ്ങേറിയിട്ടുണ്ട്. പേരാമ്പ്രയിൽ ഒരു നാടകം, അതിനെപ്പറ്റി CP അബൂബക്കർ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയിരുന്നു. ആ നാടകം നമുക്ക് ഈ ഭൂമിയുടെ ശബ്ദത്തിന് കാതോർക്കാം. ഈ നാടകം കേരളത്തിലെ കാർഷിക സമര ചരിത്രത്തെയും സമകാല ജീവിതത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് എഴുതിയ നാടകമാണ്. അത് സംവിധാനം ചെയ്ത് അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഭാസുരേന്ദ്ര ബാബുവിന്റെ ഏറ്റവും വലിയ സർഗാത്മക കാലം എന്ന് പറയുന്നത് പുസ്തക പ്രസാധക സംഘവുമായി ബന്ധപ്പെട്ടാണ്.
അതിൽ ഏറ്റവും ശ്രദ്ധേയം ചരിത്രകാരന്മാർ പോലും, മലയാളത്തിലെ പ്രസിദ്ധരായ ചരിത്രകാരന്മാർ പോലും തൊടാൻ ഭയപ്പെട്ട മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന ദാമോദർ ധർമാനന്ദ കുസാംബിയുടെ പുസ്തകം വിവർത്തനം ചെയ്യാൻ എടുത്ത തീരുമാനമാണ്. ഒപ്പം ജെ രഘുവും ഒത്ത് ചേർന്ന് അദ്ദേഹം എഴുതിയ മന്ദബുദ്ധികളുടെ മാർക്സിസ്റ്റ് സംവാദം, ആ കാലഘട്ടത്തിൽ തന്നെ സംഗാലിയായുടെ അയോധ്യ നേരും നുണയും, ഇതൊക്കെ ഭാവിയിൽ വളർന്നു വന്ന റിവൈവലിസത്തെക്കുറിച്ച് ഉള്ള തിരിച്ചറിവിൽ നിന്നാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ദീർഘദർശനത്തിൽ നിന്നാണ് ഇത്തരം കൃതികളെല്ലാം 1980കളുടെ അവസാനം വരുന്നത് എന്ന് നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. ഒപ്പം തന്നെ പുസ്തക പ്രസാധക സംഘത്തിന്റെ കാലഘട്ടത്തിലെ നിത്യചൈതന്യതിയും മൈത്രേയനുമായി നടന്ന കത്തിടപാടുകളിലെ സംവാദ മൂല്യം കണ്ടെത്തി എഡിറ്റ് ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയ നിത്യചൈതന്യതയ്ക്ക് ഖേദപൂർവം ഇവിടെ സവിശേഷം പരാമർശിക്കപ്പെടേണ്ടതാണ്. അരുന്ധതി റോയിയുടെ കാര്യം നേരത്തെ ഡോക്ടർ ജയശ്രീ പറഞ്ഞു, ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ പറ്റി. എനിക്കൊന്ന് അതിനെപ്പറ്റി ആദ്യമായി മലയാളത്തിൽ എഴുതുന്നത് സുരേന്ദ്ര ബാബുവാണ്. ഏത് പുതുമയെയും പെട്ടെന്ന് കയറി മനസ്സിലാക്കാനും അതിനെ ആവിഷ്കരിക്കാനുമുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജനകീയ സാംസ്കാരിക വേദിയുടെ മാസികയായിരുന്ന പ്രേരണ, ഒപ്പം ആലപ്പുഴയിൽ നിന്ന് രവിചേട്ടൻ നേരത്തെ പറഞ്ഞു സംവാദം, പിന്നീടും ചില മാസികാ സംരംഭങ്ങൾ എന്നിങ്ങനെയുള്ള ഒരു പത്രപ്രവർത്തന കാലം, ഒപ്പം രാജീവൻ സാറ് പറഞ്ഞ കൈരളി ചാനലിലെ വർത്തമാനം, വാർത്തയുടെ മാനം എന്ന ആ പത്രവിശകലന പങ്ക്തി, അതിനെപ്പറ്റി ജോൺ ബ്രിട്ടാസും സംസാരിച്ചു. എല്ലാത്തിനും അപ്പുറം ബ്രിട്ടാസ് അത് കൃത്യമായി പറഞ്ഞു, ചാനൽ ചർച്ചകളിൽ ജനാധിപത്യ ഭദ്രതയോടെ മാത്രം പങ്കെടുത്തിരുന്ന ദൃശ്യക്കാഴ്ചകൾ. ഇതിനെല്ലാം ഇടയിലെ നിരവധി മനുഷ്യ പോരാട്ടങ്ങൾ, ആരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാട്ടിയ സാവിത്രി രാജീവൻ പറഞ്ഞില്ലേ, അതിൻ്റെ വെമ്പലും, ആ വെമ്പലും മാത്രമല്ല ആ പ്രശ്നം പരിഹരിക്കാനുള്ള സംഘാടനവും. ഈ രവിചേട്ടൻ പറഞ്ഞു ശ്രീനാരായണ ഗുരു, അതിൻ്റെ തിരക്കഥ, ആ സിനിമ വന്നില്ലെങ്കിലും ആ തിരക്കഥ, മാർക്സും ലെനിനും ഗ്രാംഷിയും എല്ലാം ഇടകലരുന്ന ചിന്താപരമായൊരു സൂക്ഷ്മത, കെ ബാലകൃഷ്ണന്റെയും വി കെ ബാലകൃഷ്ണന്റെയും സർവോപരി കേസരി ബാലകൃഷ്ണപിള്ളയുടെയും എല്ലാം സാഹിതീയ ജീവിതത്തിൽ നിന്നും സംശീകരിക്കാനായ ഒന്നല്ല പലതും. ഇതിനെല്ലാം അപ്പുറം തികച്ചും മൗലികമായ രീതിയിൽ കണ്ടെത്തലുകളിലേക്ക് പോകുന്ന ഒരുതരം ചിന്താപരമായ തീവണ്ടി വേഗത, അതായിരുന്നു സുരേന്ദ്ര ബാബു. വല്ലാത്തൊരു പലമയായിരുന്നു സുരേന്ദ്ര ബാബു. ചരിത്രാനുഭവങ്ങളിലെ ആഴമേറിയ വൈരുദ്ധ്യങ്ങളുടെ ആവിഷ്കാരമായി സാഹിത്യത്തെ അദ്ദേഹം നോക്കിക്കണ്ടു. സാഹിത്യത്തിലെ നൈതികത എന്ന മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചു. പ്രസംഗിച്ചും എഴുതിയും പാടിയും പറഞ്ഞും ഒരു പുതിയ മലയാളം നമുക്ക് തന്നു. അദ്ദേഹം എഴുതുമ്പോൾ ഏറ്റവും അധികം ആവർത്തിക്കപ്പെടുന്ന വാക്കുകളിൽ ഒന്നായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മേൽച്ചൊന്ന എന്ന വാക്കിൽ വെറുതെ ഒന്ന് തൊട്ടുരുമിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അജിത പറയുന്നു, സഖാവ് ഭാസ്കരൻ ബാബുവിനെ കുറിച്ച് എനിക്ക് വളരെ വർഷങ്ങളായുള്ള ഓർമ്മകളുണ്ട്. എംഎൽ പ്രസ്ഥാനത്തിൽ ഉള്ളപ്പോൾ ആലപ്പുഴയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പലതവണ പോയിട്ടുണ്ട്. പിന്നീട് തിരുവനന്തപുരത്ത് ഇന്ദിരയെ മക്കളോടുമൊപ്പം PF ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നപ്പോൾ മൈത്രേയൻ, രഘു, ഇന്ദിര, ഗംഗ, ഗീത, ജയശ്രീ എന്നിവരെ കാണാനും പ്രചോദന എന്ന ഫെമിനിസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനും ഞാൻ പലതവണ പോയിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീ പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം ഒരു പുസ്തകം എഴുതിയത് ബാബുവിന്റെ ജീവിതസഖിയായ ഇന്ദിരയാണല്ലോ. അതിനുശേഷമാണ് കോഴിക്കോട് ബോധന ഉണ്ടായത്. പിന്നീട് പല പല കാര്യങ്ങളും സംഭവിച്ചു. കാലക്രമേണ ബാബു CPM രാഷ്ട്രീയത്തിന്റെ വ്യക്തമായതാണ് കണ്ടത്. ഇടയ്ക്ക് സൗഹൃദം പുതുക്കാൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു ബാബു. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് കണ്ടിട്ട്. ബാബു മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചു കുറെ പഴയ ഓർമ്മകൾ ബാബു പുതുക്കി.
ഏതാണ്ട് 15 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ അതൊരു യാത്ര പറച്ചിലായിരുന്നു എന്ന് 2 ദിവസം കഴിഞ്ഞു ബാബു ഇല്ലാതായി വാർത്ത കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ സൗഹൃദത്തിന്റെ മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഇന്ദിരയ്ക്കും മക്കൾക്കും ഈ വിയോഗം നേരിടാനുള്ള കൽപ്പുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ 98-ലാണ് ആദ്യമായിട്ട് ഈ ബാബുവിനെ കാണുന്നത്. അത് വല്ലാത്ത നമ്മുടെ ജീവിതത്തിലെ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. അതിനു മുമ്പൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ പരാമർശിച്ച് കേട്ടിട്ടുള്ള ഒരാൾ മാത്രമായിരുന്നു. ഞാൻ ലെനിന്റെ ഭാര്യയാണ്, ആർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും. പിന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ അധികം ഈ പാർട്ടി പ്രവർത്തനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ തമ്മിൽ അധികം സംസാരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ലെനിൻ അതിനോട് വലിയ താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് അധികം പറഞ്ഞിട്ടില്ല. ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ഈ ജയിൽ ജീവിതത്തിന്റെ കാര്യം ഒന്നും പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്ന്. പിന്നീട് ഞങ്ങള് 98 ആയപ്പോഴല്ലേ ലെനിന് ക്യാൻസർ ആണെന്നുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. എല്ലാരും പറയും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര്. ആ പാട്ടിന്റെ വെച്ചിട്ട് നമ്മൾ കരയുമ്പോൾ ആരും കാണില്ലെന്നുള്ളൊരു. പക്ഷെ അങ്ങനെയുള്ള ഒരു സമയത്ത് എനിക്ക് അത് തിരിച്ചായിരുന്നു. എൻ്റെ കൂടെ കൂട്ടുപിടിക്കാനായിട്ട് വളരെയധികം ആൾക്കാർ വന്നു. എൻ്റെ ഓഫീസിലുള്ള എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ആ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളും ഒക്കെ, അതുപോലെ തന്നെ ലെനിന്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ വല്ലപ്പോഴും കേട്ടിട്ടുള്ള പിന്നെ ആൾക്കാരെ ഒക്കെ അന്നാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ആകപ്പാടെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നത് വിജയനെ രതിയെ മാത്രമായിരുന്നു, വേറെ ആരുമില്ല. അപ്പം അങ്ങനെയാണ് വിജയൻ അറിഞ്ഞിട്ടായിരിക്കണം ബാബു വന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ശരിക്കും ഭയങ്കര ഒരു താങ്ങും തണലുമായിട്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഓഫീസിൽ പോകേണ്ട ചുമതല, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കലും, പിന്നെ ലെനിനാണെങ്കിൽ രാത്രിയൊക്കെ മുഴുവൻ ഉറക്കളച്ചിരിക്കും. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഒന്ന് ബാബു നിൽക്കും. അപ്പം നമുക്ക് കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും. ബാബു ഇങ്ങനെ ഇവരുടെ പഴയ രാഷ്ട്രീയ കാര്യങ്ങളും തമാശകളും ഇങ്ങനെയെല്ലാം ഭയങ്കരമായിട്ട് പറയും. പിന്നെ ഞങ്ങൾ സന്ധ്യ ആകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കവിതകളൊക്കെ പാടും, എന്നെ കൊണ്ട് പാടിക്കും. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ലെനിന്റെ ഭയങ്കര വേദനയുടെ ഒരു മൂഡ് മാറ്റി ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാക്കും. അപ്പൊ അത്രയും ആ വേദനയ്ക്കകത്തു നിന്നുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മോചനമെങ്കിലും കിട്ടുന്നു. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സാമീപ്യം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അമ്മയും ഭയങ്കര തമാശ പറയുന്ന ആളായിരുന്നു. അമ്മയ്ക്ക് ബാബുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അമ്മ എപ്പോഴും ഇങ്ങനെ ബാബുവിന്റെ ഇഷ്ടം ചോദിച്ച് ചായ ഉണ്ടാക്കി കൊടുക്കുകയും, ബാബുവിന് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു. അരമണിക്കൂർ കൂടുമ്പോൾ ചായ കുടിക്കുക, അങ്ങനെ കൊടുക്കുകയും ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളുടെ വീടും എൻ്റെ മക്കളുമായിട്ടും ഒക്കെ ഭയങ്കര ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ഞാനൊരു വലിയ അമിതമായിട്ടുള്ള വിശ്വാസമല്ല, എങ്കിലും ഹൈന്ദവ വിശ്വാസത്തിലൊക്കെ വളർന്നു വന്ന ഒരാളായിരുന്നു. കാരണം നമ്മളിപ്പം അസുഖമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവിടെ ഓരോരുത്തരും എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും അവർ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു, മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ ഇതിൽ അങ്ങനെ എല്ലാവരും ലെനിനു വേണ്ടി പലതരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന സമയത്ത് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ബാബു ഒരു ദിവസം ഇവിടെ അടുത്ത് പാക്കിലമ്പലം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ പോകും. എന്നോട് പറഞ്ഞോടൂ, പിന്നെ ഇങ്ങനെ ആരോ പറഞ്ഞു അവിടെ നീരാഞ്ജനം എന്തോ വഴിപാട് ചെയ്താൽ അയ്യപ്പന്റെ അമ്പലമാണ്, അവിടെ ചെയ്താൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞ് എന്റെ സ്കൂട്ടറും എടുത്തുകൊണ്ട് പുള്ളി മൂത്ത മോനെയും കൂടെ വിളിച്ച് അവര് പോയി ആ ക്ഷേത്രത്തിൽ പോയി ശനിയാഴ്ചകളിൽ ഇതൊക്കെ ചെയ്തു. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിട്ട് എന്നോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ ചെയ്തു? അന്നേരം പറയുക, ഏതെങ്കിലും ഒരു മാർഗം വഴി തുറക്കുന്നൊക്കെ തുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരോ പറയപ്പം ആ ഒരു സൗഹൃദത്തിന്റെ ഇതിന്റെ ഒരു ഗാഠത കൊണ്ടായിരിക്കാം അത് എന്ത് വേണേലും ചെയ്യാൻ തയ്യാറായ ഒരു മാനസികാവസ്ഥ. അപ്പൊ മറ്റുള്ളവർ കേട്ട അവരെ കളിയാക്കും, ഇങ്ങനെ അമ്പലത്തിൽ പോയി ഇതൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു മനുഷ്യരുടെ ആ ഒരു സ്നേഹമായിരിക്കും അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. എന്താണെങ്കിലും അത് പിന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം ഇവിടെ ഒരിക്കൽ പോലും വന്നിട്ടില്ല. പിന്നീട് കുറെ നാൾ എന്തുകൊണ്ടോ ദാസേട്ടനും മരിച്ചു കഴിഞ്ഞപ്പോൾ മുതല് അധികം ആൾക്കാരുമായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ലാതാവുകയും ചെയ്തു. ആ ദാസേട്ടനാരും തോന്നുന്നു എല്ലാരെയും ഒരു ഘടിപ്പിച്ചിരുന്ന ഒരു ആള്, എല്ലാരും ഇങ്ങനെ കൂട്ടിയിണക്കിക്കുന്ന ഒരു വ്യക്തി ദാസേട്ടനായിരുന്നു. പക്ഷെ ദാസേട്ടന്റെ മരണശേഷം എല്ലാം ഒരു ചെതറിപ്പോയ പോലെ ഒരു എനിക്ക് അതിനകത്ത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു. വെച്ചാൽ
ഞാൻ ലെനിന്റെ സൗഹൃദങ്ങളെല്ലാം ഭയങ്കര വിലമതിക്കുന്നതായിരുന്നു. പൊതുവെ നമ്മൾ കാണപ്പെടുന്ന വ്യക്തികളല്ലെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന് ഭയങ്കര ഒരു ബഹുമാന്യതയും ഇതും ഒക്കെ വിലയും കൽപ്പിച്ചിരുന്ന ഒരാളാണ്. കുറെ നാള് കഴിഞ്ഞ് എന്റെ അമ്മയായിട്ട് ഫോൺ വിളിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കുന്ന അമ്മയായിട്ടായിരുന്നു. അമ്മ ബാബുവിന്റെ ഫോണാന്ന് നോക്കുമ്പോൾ ഉടനെ അമ്മ പറയും ഇങ്ങോട്ട് താ ഞാൻ വർത്താനം പറയട്ടെ എന്ന് പറഞ്ഞ് വർത്താനം പറയും. അപ്പൊ അവര് തമ്മിൽ ഭയങ്കര ഒരു കൂട്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ആയിട്ട് കാണുന്നെന്ന് വെച്ചാല് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ RCCയിൽ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോൾ പുള്ളി അവിടെ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു, അത് ഞാൻ വിളിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. വിളിച്ചറിഞ്ഞു, അവിടെ വന്നു. 2 പ്രാവശ്യം കാണാൻ വന്നു. ഒരു പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റിയില്ല, മുറിക്കകത്ത് ആരും അനുവദിക്കത്തില്ലായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം വന്നു കണ്ടു. അത് കഴിഞ്ഞ് മരണശേഷം അവിടെ വന്നു. അപ്പൊ അതൊക്കെ എനിക്ക് അത്ഭുതം തോന്നി. എന്നോടുള്ള ഒരു അടുപ്പം വെച്ചിട്ട് പുള്ളിയെ കാണാൻ ഇത്ര പ്രാവശ്യം വേറെ കൂടെ ആളിനെ വെച്ചിട്ടാണ് വന്നത്. പുള്ളി അത്ര നല്ല ഒരു ആരോഗ്യസ്ഥിതിയിലായിരുന്നില്ല, എന്നിട്ടും വന്നു. പിന്നെ മരിച്ച അവിടുത്തെ വീട്ടിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ അവിടെയും വന്നു. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതൊക്കെ ഇപ്പൊ ഞാൻ വിചാരിച്ചു എന്നോടൊരടുപ്പം. പിന്നെ എന്റെ ചേച്ചിയുടെ അതിനൊക്കെ വരുന്ന ഏത് ഒരു മനസ്സിലാണ് ഇപ്പൊ ആ ഒരു അടുപ്പം പുള്ളി നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ആ ഒരു എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാനത് വിചാരിച്ചു, ഒരു സാധാരണ ഒരാളാണെങ്കിൽ അങ്ങനെ വരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അത്ര 2-3 പ്രാവശ്യം അടുപ്പിച്ച് വരും, അങ്ങനൊന്നും ചെയ്തില്ല. പക്ഷെ പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈയിടയ്ക്കും വിളിച്ചിരുന്നു. പിന്നെ എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കും ഭയങ്കര വിഷമമായിപ്പോയി. എന്ന് വെച്ചാൽ അമ്മയോട് അതിനു മുമ്പും ഒക്കെ വിളിച്ച് അമ്മ ഇടയ്ക്കിടയ്ക്ക് 94 years ഉള്ളപ്പോഴാണ് അമ്മ മരിച്ചത്. അപ്പൊ അമ്മ അന്നും പടം വരയ്ക്കുമായിരുന്നു. ഒരു സാധാരണ അമ്മയെ പോലെ ഒരു അമ്മയല്ലായിരുന്നു. ഭയങ്കര തമാശ പറയുകയോ പടം വരയ്ക്കുകയോ ധാരാളം വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അമ്മ. അപ്പൊ അമ്മയായിട്ട് ഇവര് എപ്പോഴും ചോദിക്കും ആ പടം വരക്കാരി എന്തിയെ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കര സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ എന്നിട്ട് ഇടയ്ക്ക് എന്നോട് ചോദിക്കും ഇപ്പൊ ബാബു വിളിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാനെടുത്ത് വിളിച്ച് കൊടുക്കാറുണ്ട് അമ്മയുടെ കയ്യില്. അപ്പൊ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ മുതൽ പിന്നെ ഒരു പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ഇനിയിപ്പം പടം വിളിക്കുമ്പോ ഒരു ഭയങ്കര നഷ്ടം തോന്നുന്നു, പടം വരക്കാരിയോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ February 22 ഞാൻ വെറുതെ പിന്നെ ഒന്ന് വിളിച്ചു നോക്കി എന്തുണ്ട് വിശേഷം, ആരോഗ്യം റിക്കവർ ആയോന്ന്. അപ്പൊ ഇദ്ദേഹം തന്നെയാണ് ഫോൺ എടുത്തത്. അന്നേരം എന്നോടൊരു 25 മിനിറ്റോളം സംസാരിക്കുകയും ചെയ്തു. അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു, എന്റെ മക്കളുടെ കാര്യവും എല്ലാം കുറെ കാര്യങ്ങളൊക്കെ അന്ന് സംസാരിച്ചു. എന്നെ കുറിച്ച് കുറച്ച് വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. താൻ ഇത്രയൊക്കെ നന്നായിട്ട് കുട്ടികളെയൊക്കെ നോക്കി, അതൊക്കെ ഒരു വലിയ കാര്യമാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ എന്നെ കുറച്ച് പുകഴ്ത്തി പറഞ്ഞു. ഞാൻ കുറെ ചിരിക്കുകയും മനുഷ്യനെ ഇങ്ങനെ കളിയാക്കലെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് എന്നിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് വരുമ്പോ എന്താണേലും ഇനി വീട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും അങ്ങനെ വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് അവസാനത്തെ ഒരു സംസാരമാണെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നീട് ഞാൻ ആ ഫേസ്ബുക്കിൽ ഇത് കണ്ടപ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ഞാൻ ഒരു കവിത വായിക്കാം. കവിതയുടെ പേര് ഭാസുരം. ബാബു ഓർമ്മയോ മറവിയോ അല്ല, അംശമാണ്, അകത്തുള്ള ഒന്ന്. യാത്രയുടെ കാതലും കാമ്പുമാണ്, ചിലപ്പോൾ തണലായും പലപ്പോഴും തണുവായും തഴുകിപ്പോയ തലോടലാണ്. കഷ്ടകാണ്ഡങ്ങളിലെ ഒരഭയമുറി, PF ക്വാർട്ടേഴ്സ്. എത്താത്തവർ ആരുമില്ല, നിലാവു നിറഞ്ഞു നിന്ന ഒരു അൾത്താര. ഒരു കുരിശ് എന്നും അവിടെ അദൃശ്യമായി ചോര ചിന്തി സൗമ്യമായി മെല്ലിച്ച ഒരു ചിരി. സംവാദപ്പലകയിലേക്ക് ചെക്കുവെച്ച വാഗ്ദത്ത ഭൂമി. മാർസിന്റെ പകിടയിൽ താർക്കിക ചതുരക്കളങ്ങൾ. ഉൾപ്പോരും പ്രതിവാദവും ജനാധിപത്യ സംവാദ കമ്മ്യൂണും മൂലയിൽ വിഹ്വലം. നടവഴി NH-ആയി വാദി പ്രതിയായി ചക്രം ക്രമാക്രമം സംഭ്രമപ്പുകലിൽ. മൗനങ്ങൾ വിഴുങ്ങിയ സഹോദര്യങ്ങൾ പ്രമേയങ്ങൾക്കുപരി കൈനീട്ടിത്തന്നു. കുഴിയിൽ നിന്നും ആകാശത്തോളം വളർന്നു. കഴുത്തിലെ കരിമഷി താണ്ഡവത്തിന് വിലങ്ങ് ഇല്ലെന്ന് കാട്ടി. ഇരുളാണ്ടിടത്തും മുനിഞ്ഞു കത്തിയിരുന്നു. ശുദ്ധ വിശ്രാന്തിയായി നിരാമയനായി നിസ്തുല നിശ്ചല സ്നേഹമേ. മുറിയുന്നിതോർമ്മകൾ
ഇടികൊണ്ട നെഞ്ചു കൂട്ടിലെ പറക്കുന്ന പ്രാവിന്റെ പ്രാക്കുപോൽ പശുപതി ചിഹ്നവും കൊസാമ്പിക്കിലുക്കവും തുടിതാളം തുള്ളി തിമിർത്ത മഴകളും മഞ്ഞായി ചിരിക്കുമോ നിരാമയമായ നേരുകൾ. ബാബു സത്യമായിരുന്നു. ഉള്ളിലൊരു നാളമുണ്ടായിരുന്നു. ബാബു സത്യമായിരുന്നു. ഉള്ളിൽ ഒരു നാളമുണ്ടായിരുന്നു. ആദരാജ്ഞലികൾ അർപ്പിക്കുന്നു. നിർത്തുന്നു. എൻ്റെ പേര് മനോഹരി എന്നാണ്. ഞാൻ നക്സലൈറ്റ് ശശിയുടെ ഭാര്യയാണ്. വാസുദേന്ദ്ര ബാബുവിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് ഞാൻ. ഇവിടെ വന്നിട്ടുള്ള സഖാക്കളുടെ ഒപ്പം തന്നെ നിന്ന് അവരുടെ സുഹൃത്തായിട്ട് തന്നെ എൻ്റെ ശശി എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എല്ലാവരെയും എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ നീയും കണ്ടുകൊള്ളണമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എല്ലാ സഖാക്കളും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് ഏകദേശമൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 80 കാലഘട്ടത്തിലാണ് വാസുദേവൻ നമ്മുടെ കുടുംബത്തിൽ വരുന്നതും നമ്മുടെ വീട്ടിൽ എല്ലാവരുമായിട്ട് സഹകരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതേ കമ്മ്യൂണിസ്റ്റ് കുടുംബക്കാരായതുകൊണ്ട് നമ്മുടെ അമ്മമാർ രാഷ്ട്രീയക്കാരെ അത്ര പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ അംഗീകരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ ബാബുവിൻ്റെ അപാരമായ സംസാര രീതി അവരെ വല്ലാതെ സ്വാധീനിച്ച് അങ്ങനെ സ്വന്തം മോനെ പോലെ തന്നെ അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മക്കൾക്ക് പോലും ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യം ബാബുവിന് കൊടുത്തിരുന്നു. ബാബുവിൻ്റെ ഭക്ഷണക്കാര്യത്തിൽ പോലും അമ്മ വളരെ ശ്രദ്ധിച്ചിരുന്നു. ആ ബാബുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കാത്തു വെച്ചിട്ട് ബാബുവിന് കൊടുക്കുന്നത് പോലും ഞാൻ വളരെ സന്തോഷത്തോടെ നോക്കി നിന്ന് കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ബാബുവിനെ ഇഷ്ടപ്പെടാൻ അമ്മയ്ക്ക് സാധിച്ചത് ബാബുവിൻ്റെ അപാരമായ ആൾക്കാരെ സ്വാധീനിക്കാനുള്ളൊരു കഴിവ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അമ്മമാരുടെ കഴിവല്ല, അത് ബാബുവിൻ്റെ കഴിവ് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ബാബു എവിടെ പോയാലും ശരി, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, ഈ വീട്ടിൽ വരാതെ ബാബു എങ്ങും പോകാറില്ല. ശശിയായിട്ടാണെങ്കിൽ സ്വന്തം സഹോദരനാണോ സുഹൃത്താണോ ഏത് ബന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നു. അവർ കഴിവതും ഒരാഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും അവർ കാണാതിരുന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല ബന്ധമായിരുന്നു ശശിയും ബാബുവും തമ്മിലുണ്ടായിരുന്നത്. വാസുദേന്ദ്ര ബാബു ഒരു രാഷ്ട്രീയ നിരീക്ഷണ നോന്തലിൽ കവിഞ്ഞ് ഒരു നല്ല ഒരു സുഹൃത്ത്, നല്ല ഒരു മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു പ്രാസംഗികൻ, ഇത്രയും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നല്ലൊരു മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം വെറും പുഷ്പം പോലെ, വെറും എത്ര ശത്രുക്കളായിട്ട് നിൽക്കുന്നവരെ പോലും സംസാരിച്ച് വശത്താക്കി ഒരു കുട കീഴിൽ കൊണ്ടുപോകാൻ കഴിവുള്ള വാസുദേന്ദ്ര ബാബുവിനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ശശി, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷം കണ്ടിട്ടുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. കാരണം വെട്ടാൻ കത്തിയായിട്ട് നിൽക്കുന്നവൻ പോലും കത്തി താഴെ ഇടുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നോക്കി നിൽക്കുകയും നമ്മൾ അതിശയിക്കുന്ന രീതിയിൽ ആ കത്തി താഴെ ഇട്ടിട്ട് എൻ്റെ ഭർത്താവ് ശശിയിടത്തേക്ക് വരുന്ന പല പ്രവൃത്തികളെയും എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം എത്ര പ്രശ്നങ്ങളുണ്ടായാലും വെറും ഒരു കടുംചായയുടെ പുറത്ത് എൻ്റെ വീട്ടിൽ വെച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു വിടുന്ന ഒരു നല്ല ഒരു മധ്യസ്ഥനായിരുന്നു എൻ്റെ ശശിയും. അതുപോലെ തന്നെയായിരുന്നു ബാബുവും. ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അവർ 2 പേരും തുല്യരായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാബു ഒരു നല്ല പ്രാസംഗികൻ എന്നുള്ള രീതിയിൽ ബാബുവിനെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഒരു പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നല്ല 2 മണിക്കൂറും 10 മിനിറ്റ് വരെ ഒരു വേദിയിൽ ഒരേപോലെ നിന്ന് സംസാരിച്ച്, അത് പോലീസ് വലയത്തിൽ തന്നെ നിന്നുകൊണ്ട് സംസാരിച്ച്, എനിക്ക് തോന്നുന്നത് ആ പോലീസുകാരെ കൂടെ നക്സലേറ്റായിട്ട് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് ബാബു കാഴ്ചവെച്ചത്. നമുക്ക് പ്രാസംഗികൻ എന്നുള്ള രീതിയിൽ പറയാനാണെങ്കിൽ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകത്തില്ല. ഞാൻ അതിന് ഉദാഹരണമായിട്ടാണ് പറഞ്ഞ 2 മണിക്കൂർ 10 മിനിറ്റ് ആ പ്രസംഗം കേട്ട ഒരാളാണ് ഞാൻ. ആ സമയം അത്രയും ഒരു കുഞ്ഞു പോലും ആ വേദിയിൽ നിന്ന് പൊഴിഞ്ഞു പോകാതെ ബാബുവിൻ്റെ പ്രസംഗം മുഴുവനും കേട്ട്
പ്രസംഗം ഒരൊഴുക്കോടെ നിർത്തിയതിന് ശേഷമാണ് ആൾക്കാർ ആ വേദി വിട്ടിറങ്ങുന്നത്. 6 പ്രസംഗമെല്ലാം കഴിഞ്ഞ് അവരുടെ കാര്യമായിട്ട് അടി വാങ്ങിച്ചിട്ടാണ് ബാബുവിനെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇന്നും നമ്മുടെ കണ്ണിലിരിക്കുന്ന ഒരു രൂപമാണ് ആ വെളുത്ത ശരീരത്തിൽ ചുമന്ന് കിടക്കുന്ന പാടുകൾ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ ബാബുവിനെ ഇരുത്തി സംരക്ഷിച്ച് വേണ്ടുന്ന രീതിയിലൊക്കെ രണ്ടമ്മമാരും ബാബുവിനെ സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ബാബുവിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നേക്കാളും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ പറയാനുണ്ട്. കാരണം നല്ല ബന്ധമാണ്. 2 മണി രാത്രി വരെ ഈ വീട്ടിൽ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് ചിരിയും കളിയും ബഹളവും ഒക്കെ ആയിട്ട് ബാബു ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട് പോലീസുകാരുടെ ഒരു കേന്ദ്രമാണെന്ന് വേണം പറയാനായിരുന്നു. പക്ഷേ ഈ ഒരു കാരണവശാലും ഒരു സമയത്തും ഇവിടെ ശശി അന്വേഷിച്ച് വരുന്ന സമയത്ത് ഒരൊറ്റ ദിവസം പോലും ശശിയെ അവർക്ക് കണ്ടുകിട്ടാൻ പറ്റിയിട്ടില്ല. എൻ്റെ മോള് കിടന്നുറങ്ങുന്ന സമയത്ത് SI സോമനൊക്കെയാണെങ്കിൽ ചോദിക്കും, ഇത് മോളാണോ മോനാണോ എന്ന് ഇന്നും ചോദിക്കും, നാളെയും ചോദിക്കും, മറ്റന്നാളും ചോദിക്കും. അങ്ങനെ എനിക്കൊരു ദിവസം ഒരാളിനോട് എതിർത്ത് പറയേണ്ടി വന്നു. ഞാൻ പറയും, ഇന്നലെ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇന്നും കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പോലീസുകാർ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ആള് കണ്ടത്ര പാവമല്ല എന്നിങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളത് ദിവസവും ഇത് തന്നെയല്ലേ, പോലീസുകാർ എന്നും കയറി ഇറങ്ങുവാണ്. പക്ഷേ ആ സമയത്തൊക്കെ ആരുടെ കഴിവ് കൊണ്ടാണെന്ന് എനിക്കറിയില്ല, ശശിയെ അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ബാബുവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബുവിൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് മരണം വരെ അവരനുഭവിച്ചു കൊണ്ടിരുന്നവരാണ്. ആ കൂട്ടത്തിൽ രവി അതേപോലെ ബാബുവിനെ പോലെ തന്നെ അനുഭവിച്ചതാണ് രവിയും. പക്ഷെ ഇന്നും രവിക്കും തീരെ വയ്യ, സുഖമില്ല. എന്നിരുന്നാലും നമുക്ക് ബാബുവിനെയും രവിനെയും അതുപോലെയുള്ള സഹാക്കളെയൊന്നും നമുക്കൊന്നും മറക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്കതൊരു തീരാ നഷ്ടമായിട്ട് തന്നെ നമ്മൾ കാണുകയാണ്. പിന്നെ നമ്മളത് സഹിച്ചേ നമുക്ക് പറ്റൂ. അതൊരു പ്രകൃതിയുടെ നിയമം മാത്രമാണ്, അത് നമ്മൾ അംഗീകരിക്കുകയാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഉന്നതമായ ഒരു രാഷ്ട്രീയ ആദർശമുണ്ട്. രാഷ്ട്രീയ ആദർശം ഒരു വഴിക്കും ജീവിതം മറ്റൊരു വഴിക്കും എന്ന നിലയിൽ നമ്മൾ പരിചയപ്പെടുന്ന കപട രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നില്ല വാസുദേന്ദ്ര ബാബു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും, പ്രത്യേകിച്ചും സുരേഷ് സാറ്, ഡോക്ടർ സുരേഷ്, അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെ സംബന്ധിച്ച് ഇവിടെ നടത്തിയിട്ടുള്ള ആ പരാമർശങ്ങൾ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേട്ടിരുന്നത്. വയലാറിനെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് ഏത് മാനത്തിലാണ് എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ കൃത്യമായ ഒരു സാഹിത്യ വീക്ഷണം, രാഷ്ട്രീയ വീക്ഷണം, ജീവിത വിമർശനം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ജീവിത വിമർശനം, ഇതൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് താൻ ജീവിച്ച കാലഘട്ടത്തോട് വളരെ കൃത്യതയോടുകൂടി പ്രതികരിച്ച ഒരു ധിഷണാശാലി എന്നുള്ള നിലയിലാണ് ഞാൻ വാസുദേന്ദ്ര ബാബു സാറിനെ വിലയിരുത്തുന്നത്. എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഏറെ പഠിക്കുവാനുണ്ട്. നമുക്ക് ഒരു സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങളെ മാതൃകയാക്കുവാനുണ്ട്. എന്തായാലും അനേക ജീവിത മാതൃകകൾ നമുക്കൊക്കെ അനുകരിക്കുവാൻ പറ്റിയ ചിന്താധാരകൾ ഒക്കെ അവശേഷിപ്പിച്ച് കടന്നുപോയ ആ ധന്യമായ വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു. ബാലകൃഷ്ണൻ, ഞാൻ പയ്യന്നൂരാണ്. വാസുദേന്ദ്ര ബാബുവിനെ നേരത്തെ അറിയാം. ഞാൻ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകനായിരുന്നു. ജോണി എന്ന പേരിൽ അന്ന് കണ്ണൂർ ജില്ലയിലെ ജനകീയ സാംസ്കാരിക സമ്മേളനത്തിൽ വാസുദേന്ദ്ര ബാബു നടത്തിയ ദീർഘ പ്രസംഗം, ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പ്രഭാഷണം വളരെയധികം ആകർഷിക്കുകയും ഇത്തരം പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുകയും ചെയ്തൊരു ഘടകമായിരുന്നു. തുടർന്ന് പലപ്പോഴും കാണാനും പ്രഭാഷണങ്ങൾ കേൾക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ചിന്താധാരയോടൊപ്പം
പോകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വേർപാടിൽ ദുഃഖകരമായൊരു സംഭവമാണെങ്കിലും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ യോഗം സംഘടിപ്പിക്കുന്നത് ട്രൂ ഡയലോഗ് എന്ന് പറയുന്ന ഒരു ഡിബേറ്റിംഗ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ്. അതിലെ ഒരു അംഗമാണ് ഞാൻ. ഈ ഫോറം 2020 ജൂൺ മാസത്തിൽ ആരംഭിച്ചത്. അതായത് കോവിഡ് ലോക്ക്ഡൌണിന്റെ പീരീഡിലായിരുന്നു തുടങ്ങിയത്. ദേശീയ രാഷ്ട്രീയം ആണ് ഞങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മീറ്റ് ചെയ്യുന്ന ഒരു ചർച്ചാവേദിയായിരുന്നു. അതിൽ ബാബുവും തുടക്കത്തിൽ മുതൽ തന്നെ അംഗമായിരുന്നു. 4 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 10-200ഓളം വിഷയങ്ങൾ ഞങ്ങൾ വളരെ ഗാഢമായി തന്നെ ചർച്ച ചെയ്യുന്നത്. പല മീറ്റിങ്ങുകളും 1 മണിക്കൂർ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചകളായിരുന്നു. വാസുദേന്ദ്ര ബാബു തുടക്കം മുതൽ തന്നെ അതിനകത്തെ വളരെ സജീവമായ ഒരു അംഗമായിരുന്നു. അങ്ങനെ മാത്രം അതിനെ പറഞ്ഞാൽ പോരാ. ശരിക്കും പറഞ്ഞാൽ ബാബു അതിൻ്റെ ഒരു ന്യൂക്ലിയസ് ആയിരുന്നു എന്ന് പറയാം. ഞങ്ങളെ ബാക്കിയുള്ള എല്ലാവരെയും നന്നായി സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ബാബു. അതുകൊണ്ട് തന്നെ ബാബുവിനെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനുള്ള ധാർമ്മികമായ ചുമതലയും അതോടൊപ്പം തന്നെ ഒരു അവകാശവും ഞങ്ങൾക്കുണ്ട് എന്ന് കരുതുന്നു. ഞാൻ ബാബുവിനെ പരിചയപ്പെടുന്നത് 45 വർഷങ്ങൾക്ക് മുൻപാണ്. 1979 നവംബറിലോ ഡിസംബറിലോ ഒക്കെ ആയിരിക്കാം. ആലപ്പുഴയിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറിയ മൈതാനത്ത് ബാബുവിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസംഗം ഉണ്ടായിരുന്നു. ഞാൻ 2 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു തവണ ബാബുവിനോടൊപ്പമായിരുന്നു. ജയിലിൽ കക്ഷിച്ച് 2 ആഴ്ച മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ വളരെ വ്യക്തമായി ഓർക്കുന്ന ദിവസങ്ങളാണ്. എന്താ വെച്ചാൽ ബാബു എത്രമാത്രം ജീവത്തായിട്ടും അതുപോലെ തന്നെ ആസ്വദിച്ചുമാണ് ആ ജയിൽവാസം അനുഭവിച്ചതെന്നുള്ളത് ഞാൻ നേരിൽ കണ്ടു. നീണ്ട ജയിൽവാസത്തിന്റെ പരിചയസമ്പന്നത ബാബുവിൽ വളരെ ദൃശ്യമായിരുന്നു. ചെല്ലുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നു. ആലപ്പുഴ സഭയിലേക്ക് എത്തുമ്പോൾ വാർഡനോട് ആവശ്യപ്പെട്ട് ബാബു 2 ഇല്ലാൻഡും ഒരു പേനയുമാണ്. എന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നു എന്താ എഴുതണ്ടേ. ഇല്ലാൻഡിനകത്ത് എഴുതിയത് ഇതാണ്: തിരുക്കൊച്ചി നിയമപ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തപ്പെട്ട് ഞാൻ സബ് ജയിലിൽ റിമാൻഡിലാണ്. ഇതായിരുന്നു അതിന്റെ ചുരുക്കം. അപ്പോൾ അത് എഴുതി ഒട്ടിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലേക്ക് അയച്ചു. ബാബു EPFന്റെ കമ്മീഷണർ ഓഫീസിലേക്കും അഡ്രസ്സ് എഴുതി വാർഡിന് കൊടുത്തു. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ബാബുവിനോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഒരു വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. നിഷ്കളങ്കനായി. അപ്പോൾ ബാബു പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലായില്ലേ? നമുക്ക് 2 പേർക്കും സസ്പെൻഷൻ ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന പണിയാണ് ചെയ്തത്. അതിനെ എത്ര നിസ്സാരമായിട്ടാണ് കണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു അത്. ഇനി അവരത് അറിഞ്ഞില്ല എന്ന് വേണ്ടല്ലോ, നമ്മളെ അറിയിച്ചില്ല എന്ന് വേണ്ടല്ലോ. അപ്പോൾ അത്രയും വേഗം കാര്യം നടക്കുമല്ലോ. നമുക്ക് സർക്കാർ ചെലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. ഇതായിരുന്നു ബാബു അന്ന് ഒരു തമാശ രൂപത്തിൽ എന്നോട് പറഞ്ഞത്. അത്ര ലളിതമായിട്ടായിരുന്നു ബാബു ജയിൽ ജീവിതത്തെയും അറസ്റ്റിനെയും കണ്ടിരുന്നത് അന്ന് അക്കാലത്ത്. ജയിലിലെ ഒരു കാര്യം കൂടെ എനിക്ക് ഓർമ്മ വരുന്നു. ഈ പറഞ്ഞ ആലപ്പുഴ സബ് ജയിലിൽ ചെന്ന് കയറുമ്പോൾ അവിടെ ആ ജയിൽ മുറിയിലുണ്ടായിരുന്ന എല്ലാ അന്തേവാസികളെയും ബാബു ആദ്യം തന്നെ പരിചയപ്പെടും. അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം അതിനടുത്ത ദിവസങ്ങളിലായി ഓരോരുത്തരുടെയും കേസുകൾ അവരെന്ത് കുറ്റകൃത്യം ചെയ്താണ് അവിടെ വന്നത് അവരിരുന്നിട്ട് ബാബു അതൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ആ കുറ്റകൃത്യങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കുകയും ഇനി അവർക്ക് തുടർന്ന് എന്താണ് ചെയ്യാൻ കഴിയുക, കോടതിയിൽ ഏത് തരത്തിലാണ് പറയേണ്ടത്, എന്തെല്ലാം നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ബാബു അവർക്ക് നന്നായി പറഞ്ഞു മനസ്സിലാക്കും. അവരുടെ ജീവിതം, ഓരോരുത്തരുടെയും ജീവിതം മനസ്സിലാക്കുന്ന ബാബുവിന് വലിയ താല്പര്യമുണ്ട്. ഈ സ്വന്തം ജീവിതാനുഭവങ്ങളെയും ചുറ്റുമുള്ള മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളെയും ക്രോഡീകരിച്ച് സിദ്ധാന്തം മെനയുകയും പുതിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുനഃപരിശോധിക്കുകയും അല്ലെങ്കിൽ നവീകരിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു ബാബുവിൻ്റെ എന്ന് എനിക്ക് പിൽക്കാലം ഞാൻ തിരിച്ചറിഞ്ഞു. കാര്യം ഇതേ രീതി തന്നെയാണ് ബാബു മിക്കവാറും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ആ ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ചാണ് ബാബു കൂടുതലും ചോദിച്ചുകൊണ്ട്. പിന്നെ പുതിയ അനുഭവങ്ങൾ വരുമ്പോഴത്തേക്ക് അത് വീണ്ടും ഉണ്ടാക്കിയ സിദ്ധാന്തത്തെ പുനഃപരിശോധിക്കും, അതുപോലെ തന്നെ നവീകരിക്കും. അങ്ങനെ ഒരു തിസീസ് ആന്റിതിസീസ് എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റൈലായിരുന്നു ബാബുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിദ്ധാന്തം പഠിച്ചതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്യുന്നതിനായി സമൂഹത്തിലേക്ക് പോകുന്ന അല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നും, ഒരു സിദ്ധാന്തത്തെ മനസ്സിലാക്കുന്നത് പ്രായോഗിക പ്രവർത്തനത്തിൽ ജീവിതത്തിന്റെ നൂലിഴകൾ കീറിയുള്ള അനാലിസിലൂടെയുമാണ് എന്നുള്ളത് തന്നെയായിരുന്നു ബാബുവിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ അക്കാദമിക് ആയിട്ടുള്ള മാർക്സിസ്റ്റുകളോട് ബാബുവിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നുമില്ല.
അത് നമുക്കറിയാം, അബ്ദുൾ നാസർ മദനിയെ കുറ്റപത്രവും വിചാരണയും ഒന്നും തന്നെ ഇല്ലാതെ ദീർഘകാലം ജയിലിൽ പാർപ്പിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ ഇങ്ങനത്തെ ഒരാളിന് കഴിയുമായിരുന്നില്ല. അതാണ് അതിന്റെ വസ്തുത. മദനി തടവിൽ കഴിയുമ്പോൾ ബാംഗ്ലൂരിലെ ജയിലിൽ പോയി അദ്ദേഹത്തെ ബാബു കണ്ടു. കർണാടകത്തിലെ സർക്കാരുകൾ അതിനിടയ്ക്ക് പലതവണ മാറി മാറി വന്നു. ഈ ഓരോ തവണ മാറി മാറി വരുമ്പോഴും ബാബു ചിലപ്പോഴൊക്കെ അസ്വസ്ഥനാവുകയും അതുപോലെ ആശാഭരിതനാവുകയും ഒക്കെ ചെയ്യുന്നത് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെയാണ് 1970-കളുടെ ആരംഭത്തിൽ പല കേസുകളിൽപ്പെട്ട് ജയിലിൽ അകപ്പെട്ടു പോയ ആൾക്കാരെ മോചിപ്പിക്കുന്നതിന്റെ കാര്യത്തിനകത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞും അവർ പുറത്തു വന്നിരുന്നില്ല. അവരെല്ലാം കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഉള്ളിൽ കഴിഞ്ഞിരുന്നവരായിരുന്നു. അപ്പൊ അവരെ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ബാബു വളരെയധികം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് തന്നെ പ്രചോദിപ്പിച്ചതും താൻ വിട്ടുകളഞ്ഞതുമായ അതേ പ്രത്യയശാസ്ത്രത്തിന്റെ ഇരകളായി ജയിലിൽ കഴിഞ്ഞിരുന്ന സാധാരണക്കാരായ ആ വ്യക്തികളെ ബാബു മറന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അവർ ആരും തന്നെ സ്വാർത്ഥമോഹികളായിരുന്നില്ല. സാധാരണ മനുഷ്യരെ ചൂഷണത്തിൽ നിന്നും എത്രയും വേഗം മോചിപ്പിക്കണം എന്ന തീവ്രമായ അഭിലാഷം ഉള്ളിൽ കയറിയവർ മാത്രമായിരുന്നു അവർ. തനിക്ക് ശരിയെന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഏതറ്റം വരെ കൊണ്ടുപോകാനും എത്ര ചെറിയ സ്വാധീനമാണ് പ്രയോഗിക്കാൻ കഴിയുക എന്നുണ്ടെങ്കിലും അത് പരമാവധി പ്രയോഗിക്കാനും ഉള്ള ശ്രമം എന്ന് പറയുന്നത് ബാബുവിന്റെ ഒരു പ്രത്യേക ശൈലി തന്നെയായിരുന്നു. പക്ഷേ പലപ്പോഴും ഒരു ഡെയർ ഡെവിൾ ഒരു രീതിയൊക്കെ ബാബു ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിന് അദ്ദേഹത്തെ അതിലേക്ക് നയിക്കുന്നത് മനുഷ്യസ്നേഹം മാത്രമായിരുന്നു എന്നതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബാബുവിന്റെ സ്വഭാവത്തിനകത്തുള്ളതാണ് ഈ ഓർമ്മകളെ പുതുക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ബാബുവിന് ഉണ്ടായിരുന്നു. അത് നേരത്തെ മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യം. അടിയന്തരാവസ്ഥ കാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വീണ്ടും പോവുക, അത് ബാബു ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഇടയ്ക്കൊക്കെ പോകും. കഴിഞ്ഞ 2 വർഷം മുന്നേ ശാസ്ത്രമംഗലം ക്യാമ്പിൽ പോയിട്ട് ജയറാം പടിക്കലിന്റെ മുറിയുടെ മുന്നിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞ ദിവസം വിളിച്ചു. അതുപോലെ തന്നെ സെൻട്രൽ ജയിലിൽ പോയിട്ട് മറ്റാരെങ്കിലും കാണാൻ, ഏതെങ്കിലും കൂടെ ജയിൽ പുള്ളികളെ കാണാനായിരിക്കും പോകുന്നത്. അവിടെ നിന്നും വിളിച്ചു. എന്നിട്ട് താൻ വർഷങ്ങൾ കിടന്ന ബാരക്കിന്റെ മുന്നിൽ പോയി നിന്ന് കുറെ സമയം ഇരുന്നിട്ട് വന്നു. ഇതൊക്കെ ബാബുവിന്റെ ഒരു ചില സ്വഭാവവിശേഷങ്ങളായിരുന്നു. വന്ന വഴി മറക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ അതിനോടൊപ്പമുണ്ട്. ഞാൻ ബാബുവിനെ അറിയുന്നത് എന്റെ കൗമാരകാലത്താണ്. എപ്പോഴും യാത്രകളിൽ ബാബു എന്നെ കൂട്ടുമായിരുന്നു. എന്നോടൊപ്പം നടന്നുകൊണ്ട് നിരന്തരം രാഷ്ട്രീയമാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഭൗതിക തലങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുണ്ടായിരുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനായിട്ട് ബാബു എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലേ ഓരോ വീടുകളിലേയും കടന്നു ചെന്നുകൊണ്ട് ശരിക്കും അവിടെയുള്ള കുട്ടികളോട് പോലും ബാബു പുലർത്തിയുന്ന സൗഹൃദമുണ്ട്. അത് പലപ്പോഴും ഞാൻ പലവട്ടവും ബാബു പോകുന്ന വീടുകളിലേക്കും എന്നോട് ഒപ്പം കൂട്ടുമായിരുന്നു ശരിക്കുവേ. എന്നിട്ട് അതിലുള്ള അവരോടുള്ള ഓരോ അമ്മമാരോടും സഹോദരിമാരോടും അവിടുത്തെ കുട്ടികളോട് പോലും ബാബു ഉണ്ടാക്കുന്ന ഒരു ബന്ധമുണ്ട് കേട്ടോ. അത് ഭയങ്കര വിസ്മയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മറ്റുള്ളവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ബാബു കാണിക്കുന്ന ഒരു തന്മയത്വം അത് നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. എപ്പോഴും ബോധ്യങ്ങൾ ഉറച്ചു നിൽക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചത് ബാബുവാണ്. ആ ബോധ്യം തന്നെയാണ് ശരിക്കും പാർട്ടിയുടെ തകർച്ചയ്ക്ക് ശേഷവും ഇപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നു. ഞാൻ ബാബുവിനെ കാണുന്നത് മാവോയുടെ ശരിക്കും പർവ്വതങ്ങളെ ക്ലച്ച് മാറ്റാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിഡ്ഢിയായ വൃദ്ധൻ എന്ന് പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ശരിക്കും. അബല സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു. അതായത് പലപ്പോഴും പലർക്കും സഹായം കൊടുക്കാനും അത് ചിന്തിച്ച് ആർക്ക് എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞു തരാനും ഒക്കെ ബാബു കാണിച്ചിട്ടുള്ള ഒരു കരുതലുണ്ട് ശരിക്കും. ഓരോ വീടുകളിലേക്കും ബാബു എത്തിപ്പിടിച്ചിരുന്നത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ശരിക്കും. ലലീൻ സഖാവിന്റെ അവസാന ഘട്ടത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനും അതിൽ ഓരോ ചികിത്സാ സമ്പ്രദായങ്ങൾ കണ്ടെത്താനും ബാബു ശ്രമിച്ചിരുന്ന യാത്രകൾ അതിൽ പോലും പലപ്പോഴും ഞങ്ങൾ
ഈവൻ ആൾട്ടർനേറ്റീവ് മെഡിസിൻസിനൊക്കെ ബാബു സേവിച്ചിരുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ വൈദ്യരെ പോയി കാണാനും കാത്തിരുന്ന് അതിനുവേണ്ടി മരുന്നുകൾ കൊണ്ടുവരാനും ഒക്കെ ചെയ്തിട്ട് പല കാലിക അനുഭവങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അപരസ്നേഹം, അതിന്റെ ഉത്തമ മാതൃകയായിരുന്നു ബാബു. ബാബുവിനെ ഇങ്ങനെ അനുസ്മരിച്ചുകൊണ്ട് എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് പറയാനത് സാധിക്കുന്നില്ല. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്നു.